Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഗീ റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നത് ചിക്കൻ ഹണ്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. ഈ ഒരു വ്ളോഗ് ഞാൻ ഫ്രൈഡേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കലാണ്. ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് കരിഞ്ജീരകം, ചുക്ക്, കുരുമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചെറിയ ചൂടോടെ കുടിക്കുന്ന ശരീരത്തിന് വളരെ നല്ലതാണ്. അതും ഈ സമയത്ത് പ്രത്യേകിച്ചും നല്ലതാണ്. ഇനി ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരി എടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി നെയ്ച്ചോറിന് അതാണ് നല്ലത്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി അപ്പോൾ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഈ കൂട്ടത്തിൽ വറുത്തെടുക്കുകയാണ്. ഇനി നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വറുത്തൊന്ന് കോരിയെടുക്കുകയാണ്. നെയ്ച്ചോറിനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സവാള എല്ലാം വറുത്ത അതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അരി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് നേരം ഈ നെയ്യിലിട്ടിട്ട് അരി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് അരിയുടെ വേവിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു മൂടിയിട്ട് കുക്ക് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ച സവാളയും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അടച്ചു മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഈ ഒരു വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ വറുക്കുന്നത് കൊണ്ട് തന്നെ റൈസിൽ നല്ല നെയ്യുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. മാത്രമല്ല ജീരകശാല അരി ഉപയോഗിച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ നെയ്ച്ചോറിനോ റൊട്ടി, നാൻ, പറാട്ട എല്ലാത്തിനും പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ കറിയാണ് ചിക്കൻ ഉപയോഗിച്ചിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഹണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഹണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ കളറായി നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈമിൽ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം തക്കാളി തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കുക്കായി വരുന്ന വരെ നമുക്കൊന്ന് അടച്ച് മൂടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാൻ സെയിം സോസ് പാനിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫൈൻ പേസ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് നടുക്കീറി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണെല്ലാം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കരിഞ്ഞിട്ട് ആ ഒരു ഫ്ലേവർ ആയിരിക്കും കറിയിലുണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ നല്ല ചെറിയ പീസസ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളത്. വലിയ കഷ്ണങ്ങളെക്കാൾ ചെറിയ കഷ്ണങ്ങളാണ് കറിയിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ചിക്കനും ഈ മസാലയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയും ജീരകവും ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയായിട്ടും ജീരകപ്പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കൊത്തമല്ലി ഉണ്ടല്ലോ, അതും ജീരകവും കൂടെ ഒന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് നമ്മൾ ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ തക്കാളി സവാളെല്ലാം അരച്ച് പേസ്റ്റ് ആക്കിയില്ലായിരുന്നു, ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തിക്ക് ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ എടുക്കുന്നത് കറി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹണ്ടി റെഡി ആയിട്ടില്ല. ഇനിയൊരു 3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഒരു 5 മിനിറ്റ് നേരം വെക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഹണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ പൊറാട്ട അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അന്ന് ഈവനിങ്ങിൽ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അൽക്കൂസിൽ അൽവഹ സ്ട്രീറ്റിലാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. ഫ്രഷ് ആൻഡ് ഗ്രീൻ എന്നാണ് ഷോപ്പിൻ്റെ പേര്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അൽക്കൂസിലുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക. നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഫ്രൈഡേ ലഞ്ച് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.